മധ്യപ്രദേശിലെ കുംഭമേള പെൺകുട്ടി പ്രായമായില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട്. പ്രായമായി എന്നുള്ള ചില വാഗ്വാദങ്ങളുണ്ട്. എന്തായാലും അത് നിയമ സംവിധാനത്തിന് കീഴിൽ ഇരിക്കുന്നത് കൊണ്ട് അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ മധ്യപ്രദേശ് ഉൾപ്പെടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, അതുപോലെ ബീഹാർ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് ലവ് ജിഹാദികൾ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. അതായത് ഇവിടുത്തെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് വലിയ വേഷവിധാനങ്ങളോടെ വില കൂടിയ വാഹനങ്ങളിൽ ഈ മുസ്ലിം ലവ് ജിഹാദികൾ എത്തുകയാണ്. അവർ ഇത്തരത്തിൽ പെൺകുട്ടികൾ ആ പ്രായം അതായതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് വീണു പോകുന്നു. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നുമൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ പിറകെ കൂടുകയാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കയറി പിടിക്കുകയാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുകയാണ്, അവരെ അപമാനിക്കുകയാണ്. അതായത് എങ്ങനെങ്കിലും ഈ ലവ് ജിഹാദിസം എന്ന് പറയുന്ന ഈ ഒരു തീവ്ര സ്വഭാവമുള്ള ഈ ഒരു സാമൂഹ്യ വിപത്തിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാനും വീണ്ടും അത് നടപ്പിലാക്കാനും ആണ് ഈ ജിഹാദി ഗ്രൂപ്പുകൾ, ഭീകരവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഒരു അജണ്ടയാണ്. നമ്മൾ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള തീവ്രവാദ സാന്നിധ്യം അവർ പലപ്പോഴും മുമ്പോട്ട് വയ്ക്കാറുണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചെങ്കിലും അത് പല പേരുകളിൽ ഉണ്ട് എന്നും പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് തന്നെ നടക്കുന്നു. മാത്രമല്ല ഇവരിൽ പലരും കേരളത്തിലേക്ക് വരുന്നു. കാരണം ഇവിടെ എല്ലാത്തിനും വളമാണ്. ഇവിടെ ഇത്തരം തോന്നിയാസങ്ങൾക്കൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും മന്ത്രി അടക്കം സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കേരളത്തിലേക്ക് നിരവധി പേർ ഇതുപോലെ കപ്പിളുകളായിട്ട്, അതായത് പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടു എന്ന് 3-4 കപ്പിളുകളെ കണ്ടു എന്ന് നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം അവധിക്കാലത്ത് നാട്ടിലേക്ക് വന്നതാണ്. അദ്ദേഹം റാഞ്ചിയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് എവിടെ ഇറങ്ങി എന്നറിയില്ല. അദ്ദേഹം തൃശ്ശൂരാണ് ഇറങ്ങിയത്. അവർ അവിടെ വരെ ഇറങ്ങിയിട്ടില്ല. കാണുമ്പോഴേ മനസ്സിലായി ഇത് ഈ ഒരു പരിപാടിയാണ്, ലവ് ജിഹാദിസത്തിൻ്റെ പുതിയ ഒരു മേച്ചിൽപ്പുറമാണ് കേരളം എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് അദ്ദേഹം വളരെ വേദനയോടെ പറയുകയുണ്ടായി. ലവ് ജിഹാദിസം തഴച്ചു വളരുകയാണ്. നാർക്കോട്ടിക് ജിഹാദിസവും ഇവിടെ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ സംവിധാനങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. കേന്ദ്ര IB ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട്, NIA ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തണം എന്ന് പലകുറിയായി ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ വ്യക്തമായ ഒരു നടപടിക്രമവും ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമാണ്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഈ ലവ് ജിഹാദിസം എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യം ഇപ്പോഴും വളരെ കാര്യമായി നടക്കുന്നുണ്ട് എന്നത് സങ്കടകരമാണ്. ശക്തമായ പ്രതിഷേധമുണ്ടാക്കണം, ശക്തമായ നിയമം മൂലമുള്ള നിയന്ത്രണം ഉണ്ടാകണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ.